ഇന്ന് നമുക്ക് അഡ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വരുന്നതിൽ ഇനി അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നുണ്ട്. അടുത്ത ചാപ്റ്ററിലൊക്കെ അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയണം, പിന്നെ നൗൺ എന്താണെന്ന് അറിയണം. അപ്പോൾ ഇതൊക്കെ കൂടെയാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് അതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മാറ്റിവെച്ചു, വളരെ നിർഭാഗ്യം ആയിപ്പോയി. അപ്പോൾ എന്നാണ് ഇനി പരീക്ഷ എന്ന് നമുക്ക് നോട്ടിഫിക്കേഷനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ, അതായത് മാർച്ചിലെ എക്സാമിന്, +2 എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് മാറ്റം, 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ് ഇപ്പോൾ വരെയുള്ള അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ചോയ്സ് കാണും. അപ്പോൾ കൂടുതൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് മുതൽ ഞാൻ +2 ഗ്രാമറാണ് ഇടാൻ പോകുന്നത്. +2 ഗ്രാമറും ഇംഗ്ലീഷ് SSLCയുടെ ഗ്രാമറും ഓൾട്ടർനേറ്റീവ് ആയിട്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ നമ്മൾ ഇടുന്നത് അഡ്ജക്റ്റീവാണ്. നമുക്ക് നോക്കാം നൗൺ എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ്. അപ്പോൾ നൗൺ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലേ, അതൊരു നൗണാണ്. ഇപ്പോൾ എന്തിൻ്റെയെങ്കിലും പേര്, ഇപ്പം നിങ്ങളുടെ റൂമിലേക്ക് നോക്കിയാൽ എന്തെല്ലാം സാധനങ്ങൾ കാണും. TV, ബുക്സ്, കമ്പ്യൂട്ടർ, ബെഡ്, സോഫ, ചെയർ, പെൻ, ബുക്സ്, ഇതെല്ലാം അപ്പം നമ്മുടെ മുൻപിൽ കാണുന്ന സാധനങ്ങളെല്ലാം നൗൺസാണ്. അപ്പോൾ ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡിനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നെയിം ഓഫ് എനിത്തിങ്, പേഴ്സൺ, പ്ലേസ്, തിങ്. ആരുടെയെങ്കിലും പേരോ എന്തിൻ്റെയെങ്കിലും പേര്, സാധനങ്ങളുടെയോ പ്ലേസിൻ്റെയോ പേഴ്സൻ്റെയോ ഒക്കെ പേര്, അതിനാണ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി, സ്കൈ, ബോയ്, എർത്ത്, സീ. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും, അതായത് വുഡ്സ്, ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ്, സ്ട്രീംസ്, റിവേഴ്സ്, ഹിൽസ്, മൗണ്ടൻസ്, സ്കൈ, സൺ, മൂൺ, സ്റ്റാർ, ഇതെല്ലാം നൗണാണ്. അതായത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നൗൺ. അപ്പോൾ ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. നോക്കിയേ, ബ്ലൂ സ്കൈ, സ്മാർട്ട് ബോയ്, ഗ്രീൻ എർത്ത്, വയലൻറ്റ് സീ. അപ്പോൾ ഈ സ്കൈയെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് എന്ത്? ബ്ലൂ സ്കൈ. അതുപോലെ സ്മാർട്ട് ബോയിയെ വിശേഷിപ്പിക്കുന്നതാണ് സ്മാർട്ട്, എർത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗ്രീൻ, സീയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വയലൻറ്റ്. അപ്പം അങ്ങനെ ആ നൗണിനെ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. രസകരമായിട്ടുള്ള അഡ്ജക്റ്റീവ് നോക്കിയോ, വാരിക്കുഴി സോമൻ. നിങ്ങൾക്ക് പരിചയമുണ്ടോ അയാളെ? അപ്പോൾ സോമൻ എന്ന് പറയുന്ന ആ നൗൺ, അതൊരു നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്കാണ് വാരിക്കുഴി അല്ലേ. വാരിക്കുഴി സോമൻ. അടുത്തത് നോക്കി, ഇടുക്കി എന്ന് പറയുന്ന ആ ജില്ലയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ് എത്ര എണ്ണമാണ്. മലയാളക്കരയുടെ മഴശീല നിറയ്ക്കണ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആ ലൈൻസിൽ അത് മുഴുവൻ ഇടുക്കിയെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ലൈൻസാണ് അല്ലേ. അപ്പോൾ അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ആളെ കണ്ടു, ഒരു ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെങ്കിൽ ഒരു ഹാൻസം ബോയ്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുന്ന വേർഡ്സ് ഹാൻസം, ജെൻറ്റിൽമാൻ, പിന്നെ പ്രിറ്റി ഗേൾ, ഫെയർ, അതൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആൾക്കാരെ എങ്ങനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ അതിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? നിങ്ങളുടെ ആ പേജ് നമ്പർ 27 കുറച്ച് വേർഡ്സ്, ഒരു പാരഗ്രാഫിൽ കുറച്ച് ഇതില്ലേ വന്നിട്ടില്ലേ, നോക്കി. സ്റ്റോൺ ബെഞ്ച്, ഫെലോ ട്രാവലർ, കൂൾ വാട്ടർ, എർത്തൻ പോട്ട്. ഇപ്പോൾ ഇവിടെ പോട്ട്, വാട്ടർ, ട്രാവലർ, ബെഞ്ച് എന്നൊക്കെ പറയുന്നത് നൗണാണ്. ആ നൗൺസിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വേർഡ്സാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ, ഫെലോ, കൂൾ, എർത്തൺ, അതൊക്കെ. ഇനി ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന പാരഗ്രാഫ് വന്നിട്ട് ഇത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അഡ്ജക്റ്റീവ് ഏത് തരം അഡ്ജക്റ്റീവാണ്. 7 തരം അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളൊന്ന് പെട്ടെന്ന് പറയാൻ പോകുന്നത്. നിങ്ങളത് അതേപടി ഒന്നും ഓർത്തിരിക്കേണ്ട. എൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ്, ദെൻ ഡെമോൺസ്ട്രേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ആർട്ടിക്കിൾ, പൊസസീവ്, ഇൻറ്ററോഗേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ ഇത് ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഡിസ്ക്രിപ്റ്റീവ്, ഇപ്പം എത്രയാണ്? 3 D ഉണ്ടല്ലേ. ഡിസ്ക്രിപ്റ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, പിന്നെയുണ്ട് ആർട്ടിക്കിൾ, പിന്നെ പൊസസീവ്,
ക്യു അല്ലേ? അപ്പോൾ അങ്ങനെ എടുക്കണം, ഡാപ്പിക് എന്നോർത്തിരിക്കാം. 3 ഡി ഉണ്ട്, എ ഉണ്ട്, ഡാ, പിന്നെ PIQ, ഡാപ്പിക്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് നൗണിനെ വിശേഷിപ്പിക്കുന്നത് തന്നെയാണ്, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ. അപ്പം മോസ്റ്റ് ഓഫ് ദ അഡ്ജക്റ്റീവ്സ് കംസ് ഇൻ ദിസ് കാറ്റഗറി, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്. അപ്പം നൗണിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ മിന്നാമിനിങ്ങിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് എന്താണ്? മിന്നാമിനിങ്ങെ, മിന്നും മിനുങ്ങെ. അപ്പം എങ്ങനെയാണ് മിന്നാമിനിങ്ങിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? മിന്നും മിനുങ്ങെ എന്ന് പറഞ്ഞ ആ പാട്ടിൽ, കലാഭവൻ മണിയുടെ ആ പാട്ടിൽ മിന്നാമിനിങ്ങിനെ കുറേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ്. ഹൗ മച്ച്, ഹൗ മെനി, എക്സെട്ര. നോക്കിയേ, ഐ ഹാവ് ഓൺലി 1 ബ്രദർ. ഇത് എന്താണ്? ക്വാണ്ടിറ്റി. ഐ ഹാവ് ഓൺലി 1 ബ്രദർ. എത്ര? ഹൗ മച്ച്, ഹൗ മെനി. ഇനി ഐ ഏറ്റ് ഹോൾ കേക്ക്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് കാണിക്കുന്നത്. അപ്പോൾ ഹോൾ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഐ ഏറ്റ് ഹോൾ കേക്ക് എന്ന് പറയുന്നത് ഞാൻ ആ മുഴുവൻ കേക്കും കഴിച്ചു. പിന്നെ ഐ ഹാവ് ഓൺലി 1 ബ്രദർ. എത്ര? ഹൗ മച്ച്, എത്ര ബ്രദേഴ്സ്, ഹൗ മെനി ബ്രദേഴ്സ്, അല്ലെങ്കിൽ എത്ര മാത്രം. ഇതൊക്കെ കാണിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി അടുത്തൊന്ന് നോക്കിയേ, ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയുക, പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുക. ദിസ്, ദാറ്റ്, ദോസ്, ഇതൊക്കെ വരുന്നു. അടുത്ത് പൊസസീവ്. ഇപ്പോൾ ഇതിൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം, മൈ, യുവർ, അവർ, എക്സെട്ര. അതായത് ആരുടെയെങ്കിലും സ്വന്തം, നിൻ്റേത്, എൻ്റേത്, അവരുടേത്, നിങ്ങളുടേത് എന്നൊക്കെ പറയുന്നതാണ് പൊസസീവ്. ഇനി ഇൻ്ററോഗേറ്റീവ് നിങ്ങൾക്കറിയാം. ഇൻ്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ. ഇൻ്ററോഗേറ്റീവ് ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ വരിക. വിച്ച്, വൈ, വെൻ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് വരുന്നതാണ് ഇൻ്ററോഗേറ്റീവ്. അടുത്ത് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിതരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൗണ്ട് ചെയ്യുക. ഈച്ച്, എവരി, നീദർ, എനി, ഇതുപോലെയൊക്കെയുള്ള വേർഡ്സാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഇനി ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? എ ആൻഡ് ദി ആണ് ആർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ഒരേ സമയം ആർട്ടിക്കിളായിട്ടും അതേസമയം അതൊരു അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ നോക്കി, ശരിക്കും പറഞ്ഞാൽ എലഫൻ്റ് എന്നുള്ള വവൽ സൗണ്ടാണ്. അവിടെ നമ്മൾ ആൻ എലഫൻ്റാണ് ചേർക്കേണ്ടത്. പക്ഷേ ഇവിടെ ദ എലഫൻറ്റ് വിച്ച് ഐ സോ വാസ് 1-eyed. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക എലഫൻറ്റിനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ട ആ എലഫൻറ്റിന് ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ആൻ എലഫൻറ്റ് വിച്ച് ഐ സോ അല്ല. അപ്പോൾ ദ എലഫൻറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ദ എലഫൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുക. ഇവിടെ ദ എന്ന് പറയുന്നത് എലഫൻറ്റിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. ദ എലഫൻറ്റ് വിച്ച് ഐ സോ വാസ് 1-eyed. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അഡ്ജക്റ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുക. അത് നോക്കി ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഇതെന്താണ് സംഭവം എന്ന്. പൊസസീവ്, ഇൻ്ററോഗേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ആർട്ടിക്കിൾ, പിന്നെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായില്ലേ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ, അതായത് അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നുണ്ട്, ക്ലോസ് വരുന്നുണ്ട്. ഇതിപ്പം അതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പഠിക്കണം. നൗണും എന്താണെന്ന്, അഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.